കൊണ്ടുപോണത് കാണുമ്പോ മനസ്സിലേക്ക് എരച്ചു കയറുകയാണ്. റബ്ബേ, എന്റെ സഹോദരനല്ലേ പോകുന്നത്. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോ എന്റെ മനസ്സ് കിടിലം കൊള്ളുകയാണ്. ആ ജനാസ മൂടിപ്പൊതച്ച് വെള്ള പുതച്ച് കിടക്കുന്നത് കാണുമ്പോ, ആ ജനാസയുടെ സമീപത്ത് ചെല്ലുമ്പോ, അതുപോലെ തന്നെ ആ മയ്യത്തിനെ കുളിപ്പിക്കപ്പെടുമ്പോ, ആ മയ്യത്തിനെ വെള്ളത്തുണി കൊണ്ട് കഫൻ ചെയ്യപ്പെടുമ്പോ, ആ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോ, ആ ജനാസക്ക് വേണ്ടി നിസ്കരിക്കപ്പെടുമ്പോ, ആ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുമ്പോ, അതിൻ്റെയും ശേഷം പിന്നെ അതേ പല ഘട്ടങ്ങളിലും ആ ഖബർസ്ഥാന് പോയി സന്ദർശിക്കുമ്പോ, രോഗികളെ കാണുമ്പോ, മരണം ആസന്നമായ രോഗികളുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിവിഗതികൾ ഇങ്ങനെ ഏറുന്നതും താഴുന്നതും നമ്മൾ അതേ ശ്വാസമിടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ കാണുമ്പോ, എത്രയോ ആക്സിഡന്റ് മരണവാർത്തകൾ നമ്മൾ കാണുമ്പോ കേൾക്കുമ്പോ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അക്സിറൂ, വർദ്ധിപ്പിക്കണേ മുഅ്മിനീങ്ങളെ, ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, മരണം എന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കണം. എവിടെ വെച്ചാണ് മരണം അല്ലാഹു നിശ്ചയിച്ചതെങ്കിൽ അങ്ങോട്ട് നമുക്കൊരു കാരണം റബ്ബ് നിശ്ചയിക്കുകയാണ്. അതേ പ്രവാസ ജീവിതത്തിൻ്റെ ഇടക്ക് എത്രയോ സഹോദരീ സഹോദരന്മാര്, അവരാ നാട്ടുകാരല്ല, അവിടെ ജോലി ചെയ്യുന്നവരല്ല, പക്ഷേ ഇവിടെ മക്കളെ കാണാൻ വിസിറ്റ് വിസയിൽ വന്നവരാണ്, ജോലി തേടി വന്നവരാണ്, പലരെയും കാണാൻ വേണ്ടി വന്നവരാണ്. വന്നതിന്റെ പിറ്റേ ദിവസം അതാ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആക്സിഡന്റ് പറ്റി മരണപ്പെടുന്നു. അതുപോലെ തന്നെ വാഹനത്തിലൂടെ കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ ആക്സിഡന്റ് പറ്റി മരണപ്പെടുന്നു. ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ ഉറങ്ങാൻ കിടന്നതാണ്, ഹാർട്ട് അറ്റാക്ക് മുഖേന മരണപ്പെടുന്നു. അതേ പ്രിയമുള്ളവരെ, എവിടെ വെച്ച് മരിക്കണം എന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് പോകാനുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ അല്ലാഹു നിശ്ചയിക്കുന്നു. എന്നിട്ട് നമ്മെ കൃത്യസമയത്ത് റബ്ബ് നിശ്ചയിച്ച ഒരു സ്പോട്ടുണ്ട്, റബ്ബ് നിശ്ചയിച്ച ഒരു മണ്ണുണ്ട്, റബ്ബ് നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയത്തേക്ക് പ്ലെയിൻ കയറിയിട്ടാണെങ്കിൽ അങ്ങനെ, കപ്പലേറിയിട്ടാണെങ്കിൽ അങ്ങനെ, ബസ്സിലാണെങ്കിൽ അങ്ങനെ, ട്രെയിനിലാണെങ്കിൽ അങ്ങനെ, എവിടെയാണെങ്കിൽ എത്തേണ്ട പോയിന്റിലേക്ക് എത്തിച്ചിട്ട് അതേ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഒരൊറ്റ മനുഷ്യനും അറിഞ്ഞുകൂടല്ലോ ഏത് പ്രദേശത്തേക്കാണ്, ഏത് മണ്ണിലാണ് അവൻ മരിച്ചു വീഴുന്നതെന്ന് അറിയില്ലല്ലോ. റബ്ബിനല്ലേ അറിയുക. അവിടേക്കാണ്ട് എത്തിച്ചിട്ട് നമ്മെ അങ്ങ് മരിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവിടെ വെച്ചാണ് മരണം വിധിക്കുന്നതെങ്കിലും ഈമാനുള്ള മരണം റബ്ബ് നമുക്ക് വിധിക്കുമാറാകട്ടെ. അമ്പിയാക്കൾ വരെ പേടിച്ച വിഷയമാണ് മുസ്ലിമായ മരണം. മുസ്ലിമായി മരിക്കലാണ് പ്രധാനം. ഏത് രാജ്യത്ത് മരിക്കുന്നു, എവിടെ മരിക്കുന്നു, മക്കളുടെ ഇടയിൽ കിടന്ന് മരിക്കുന്നു, ഹോസ്പിറ്റലിൽ മരിക്കുന്നു, എവിടെ മരിക്കുന്നു, അതൊന്നുമല്ല വിഷയം. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ വിശ്വാസികളെ, പടച്ചവനെ പേടിച്ചു ജീവിച്ചോ. റബ്ബ് നിർബന്ധമാക്കിയ നിയമങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ. റബ്ബ് വിരോധിച്ച കാര്യങ്ങളോട് ജീവിതത്തിൽ വിട പറഞ്ഞുകൊണ്ട് തഖ്വയോടെ ജീവിച്ചോ. ഹഖ്ഖ തുഖാതിഹി, എങ്ങനെയാണോ തഖ്വ പാലിക്കേണ്ടതെന്ന് റബ്ബ് പഠിപ്പിച്ചതെങ്കിൽ അതേപോലെ തന്നെ ജീവിച്ചോ. പിന്നെ പറഞ്ഞതെന്താണ്? വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകല്ലേ, ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമായ നിലയിലല്ലാതെ മരിച്ചു പോകരുത്. മരിക്കുമ്പോ മുസ്ലിമായി മരിക്കാൻ പറ്റണം. മഹാന്മാർ അതിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിന് പേടിയില്ലാതെ പോയിട്ടില്ല. അള്ളാഹുവിന്റെ സ്വർഗം ഓഫർ ചെയ്യപ്പെട്ടവരല്ലേ അമ്പിയാക്കന്മാര്.
ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന് പേടിയില്ലാതെ പോയിട്ടില്ല. ഒരുപാട് വിജ്ഞാനത്തിന്റെ ഭണ്ഡാരങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് വലിയ ആലിമായി അക്കാലഘട്ടത്തിൽ പുകഴ്ത്തപ്പെട്ട, അറിയപ്പെട്ട, മറ്റുള്ളവർക്ക് പോലും നൽകപ്പെടാത്ത സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പോലും നൽകി അനുഗ്രഹിക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ നബിയും തേടിയതെന്താണ്? തവഫനി മുസ്ലിമാ, റബ്ബേ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം നീ എന്നെ ചേർത്ത് തരണേ, നല്ലവരുടെ കൂടെ മഹ്ശറിൽ എനിക്ക് പോയി നിൽക്കാൻ പറ്റണേ. പാപികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കുറ്റവാളികളെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാനുള്ള യോഗ്യത പോലും തെമ്മാടി പെണ്ണേ, തെമ്മാടിയായ പുരുഷാ നിനക്കില്ല. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ, തെമ്മാടികളെ, വിശ്വാസികളുടെ ചാരത്ത് നിൽക്കാൻ നിങ്ങൾക്ക് എന്തടോ അവകാശമുള്ളത്? മാറിപ്പോയി വേറെ പോയി നിൽക്കിനടാ എന്ന് പറയുന്ന രംഗം സൂറത്ത് യാസീനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ലേ? യൂസുഫ് അലൈഹിസ്സലാമിന്റെ ദുആ നോക്കൂ, വഅൽഹിഖ്നി, നീ എന്നെ മരണാനന്തരം ചേർത്ത് നിർത്തി തരണം, ബിസ്സാലിഹീൻ, സാലിഹീങ്ങൾ നിൽക്കുന്നിടത്ത് പോയി മഹ്ശറിൽ നിൽക്കാൻ പറ്റണം. അതേ നമ്മുടെ നേതാക്കന്മാര്, അമ്പിയാക്കള്, ശുഹദാക്കള്, സിദ്ദീഖീങ്ങള്, സാലിഹീങ്ങള്, മഹാന്മാരൊക്കെ നിൽക്കുന്ന കൂട്ടത്തിൽ പോയി നിൽക്കാൻ സാധിച്ചാൽ അതല്ലേ ഏറ്റവും വലിയ സൗഭാഗ്യം. നമുക്കങ്ങനെ ഒരു പേടി തോന്നിയിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടി തോന്നി മക്കളുടെ കാര്യത്തിൽ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് പേടി തോന്നി മക്കളുടെ കാര്യത്തിൽ. മഹാന്മാരായ ആ പ്രവാചകന്മാർ പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് കൃത്യമായി തന്നെ പറഞ്ഞിട്ടില്ലേ? അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹിസ്സലാമിന് മരണം ഹാജരായപ്പോൾ മക്കളോട് ചോദിച്ചിട്ടുണ്ട്, മക്കളെ എന്റെ ശേഷം നിങ്ങൾ എന്തിനെ ആരാധിച്ചിട്ടാ ജീവിക്കുക? എന്റെ ശേഷം നിങ്ങളുടെ ആദർശം എന്തായിരിക്കും? ഓ ഉപ്പമാരെ, ഉമ്മമാരെ, നമുക്കങ്ങനെ വല്ല തോന്നലുമുണ്ടോ? മരണത്തിന്റെ നേരത്ത് ഞങ്ങളുടെ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് പറയാൻ നമുക്ക് സാധിക്കുമോ? അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഒക്കെ മരണത്തിന്റെ വേളയിൽ മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എൻ്റെ കുഞ്ഞുമക്കളെ, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങൾ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന മതമുണ്ട്, ആ മതം ഇസ്ലാം മാത്രമാണ്. ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആ ദീനിൽ നിയമങ്ങളുണ്ട്. നിങ്ങൾ എങ്ങോട്ട് നോക്കണം, എങ്ങോട്ട് നോക്കരുത്, എന്ത് കാണണം, എന്ത് പറയണം, എന്ത് കേൾക്കണം, എന്ത് സംസാരിക്കണം, എവിടേക്ക് പോകണം, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിച്ചുകൂടാ, എല്ലാം നിശ്ചയിച്ചത് ഈ ദീനല്ലേ. ആ ഇസ്ലാം നിങ്ങൾ കൈവടിയല്ല മക്കളെ. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത് എൻ്റെ പൊന്നുമക്കള്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ നിങ്ങൾ മരിക്കല്ലേ. ഇതാരാ പറയുന്നത്? എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പാപികളായ മനുഷ്യന്മാര് മക്കളെ വിളിച്ചു കൊടുത്ത ഉപദേശമല്ല. മഹാന്മാരായ അള്ളാന്റെ ഖലീൽ എന്ന് വാഴ്ത്തപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം ഒക്കെ മരണം ആസന്നമായപ്പോ മക്കളെ വിളിച്ചിട്ട് കൊടുത്ത ഉപദേശമാണ്, മക്കളെ ഇസ്ലാമിനെ നിങ്ങൾ വെടിയല്ലേ, മുസ്ലിമീങ്ങളായി ജീവിച്ചോളൂ, ദീനെന്താണെന്ന് പഠിക്കണം, ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ കൈവടിയരുത്. ആ ഒരു ബോധം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തണം. അത് പറഞ്ഞുകൊണ്ടല്ലേ മഹാന്മാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതാ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ രണ്ടാലൊരു നിലക്ക് വിട പറയൽ സംഭവിക്കും. രണ്ടാലൊരു നിലക്ക് നമ്മൾ പിരിഞ്ഞേ പറ്റൂ. ആർക്കെത്ര ഇഷ്ടമല്ലെങ്കിലും, ആണാവട്ടെ പെണ്ണാവട്ടെ, ജീവിച്ച് കൊരി തീർന്നിട്ടില്ല, എനിക്കിനിയും ജീവിക്കണം എന്നൊക്കെ നമുക്കൊക്കെ മോഹമുണ്ട്.
നാളേക്ക് വേണ്ടി പല പ്ലാനുകളും തയ്യാറാക്കിയിട്ടാ നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരുപാട് മനക്കോട്ടകൾ നമ്മൾ മനസ്സിൽ കെട്ടിയിട്ടുണ്ട്, ഒരുപാട് ചിന്തകൾ നമ്മൾ പലരുമായും പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴും പങ്കുവെക്കാതെ പല രഹസ്യങ്ങളും മനസ്സിൻ്റെ അകത്ത് ഭാവിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച് മോഹിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ മരണത്തിന്റെ വിളിയാളമങ്ങ് വരുന്ന നേരത്ത് മുഅ്മിനായി മരിക്കാൻ പറ്റുമോ, അതോ കാഫിറായി ലോകത്ത് നിന്ന് ജീവൻ പോകുമോ? ആർക്കാണ് കണക്കാക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാ ജീവിതത്തിൽ എപ്പോഴും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലാഹ് മുസ്ലിമായി മരിപ്പിക്കണം റബ്ബേ, എവിടെ വെച്ച് മരിച്ചാലും ഈമാനുള്ള മരണം തരണം, നിന്നെ വിശ്വസിക്കുന്ന നിലവാരത്തിൽ മരിച്ചു പോകണം. എത്രയോ ആളുകൾ ചെറുപ്പക്കാരതാ പലപ്പോഴും ആക്സിഡന്റ് പറ്റിയിട്ട് ഈ അടുത്ത ദിവസം അതാ കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ഒരു ജില്ലയിൽ 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ്, 18 വയസ്സുകാരനായ അതേ ടീനേജ് പ്രായക്കാരനായ യുവത്വം തുളുമ്പുന്നൊരു ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽപ്പെട്ട് റോഡിലതാ ചോരവാർന്നൊലിച്ചുകൊണ്ട് മരിച്ചു കിടക്കുമ്പോ ആ ബോഡി ആളുകൾ താങ്ങിയെടുത്ത് വാഹനത്തിലേക്ക് കിടത്താൻ നോക്കുമ്പോ ആ പ്രിയപ്പെട്ട മോന്റെ പാൻസിന്റെ അളിയിലതാ പോക്കറ്റിലതാ മദ്യത്തിന്റെ കുപ്പി പൊട്ടിത്തെറിക്കുന്നു. അവൻ കിടന്നേടത്തേക്ക് മദ്യത്തിന്റെ കുപ്പി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ അവന്റെ പാൻസിന്റെ പോക്കറ്റിലുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കൾ എങ്ങോട്ടാ പോകുന്നത്? ലഹരിയുടെ ലോകത്തേക്ക്, അവിഹിതമായ ബന്ധത്തിന്റെ ലോകത്തേക്ക്, സിനിമാശാലകളിൽ പോയിട്ടും വേശ്യാലയങ്ങളിൽ പോയിട്ടും അതുപോലെ തന്നെ നൃത്യങ്ങൾ കണ്ടാസ്വദിച്ചിട്ടും മ്യൂസിക്കിന്റെ ലോകത്തിലേക്ക് ചെവിയും അതുപോലെ തന്നെ കൽബും അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ടും അനിവാര്യമല്ലാത്ത പലതും കണ്ടും കേട്ടും രസിച്ചുകൊണ്ടും മാതാപിതാക്കളുടെ മുഖത്തു നോക്കിയിട്ട് തെറി പറഞ്ഞുകൊണ്ടും അവരുടെ മുഖത്തു നോക്കിയിട്ട് തന്തേ തള്ളേ എന്ന് നിർലജ്ജം ഒരു ബഹുമാനവുമില്ലാതെ പേരെടുത്ത് വിളിച്ചുകൊണ്ടും നിങ്ങളാണ് എൻ്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞുകൊണ്ടും ഉപ്പയും ഉമ്മയും പറയുമ്പോ അതിലേക്ക് കാതുകൊടുക്കാതെ ജീവിച്ചുകൊണ്ടും തോന്നിവാസികളായി കൊണ്ടതാ സ്റ്റഡി ടൂർ എന്ന പേരിലും ടൂറ് പോകാനെന്ന പേരിലും അന്യരാജ്യങ്ങളിൽ പോയിട്ട് മോശപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും വക്താക്കളായിട്ട്, മദ്യത്തിന്റെ അടിമകളായിട്ട്, മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമകളായിട്ട്, മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെയൊക്കെ ആളുകളായിട്ട് എത്രയോ ആളുകൾ ഇന്ന് ദിനേന അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഭയപ്പെടണം പ്രിയമുള്ളവരെ. അത്തരത്തിൽ അല്ലാഹുക്ക് വെറുപ്പുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാനോ നിങ്ങളോ നമ്മുടെ മക്കളോ ബന്ധപ്പെട്ടവരോ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിക്കുന്നതെങ്കിലോ മുസ്ലിമായ മരണമാണോ കിട്ടുന്നത്? ബാറിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരില്ലേ, മദ്യപാനിയായിക്കൊണ്ട് മരിച്ചു പോകുന്നവരില്ലേ, വേശ്യാലയത്തിൽ ഇരയെ കാത്തിരിക്കുമ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നവരില്ലേ, സിനിമാശാലകളിൽ കുഴഞ്ഞു വീണവരില്ലേ, തോന്യാസത്തിന്റെ മേഖലകളിലും ഗാനമേളകളുടെ സദസ്സുകളിലും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലും അരുതാത്തത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് രസിച്ചുകൊണ്ട് ആരാരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്നിടത്ത് വെച്ച് മരണത്തിന് കീഴടങ്ങിയ എത്രയോ ചെറുപ്പക്കാരികളില്ലേ, എത്രയോ ആളുകളില്ലേ പ്രിയമുള്ളവരെ. ആ സമയത്തൊക്കെ മരിക്കുകയാണെങ്കിൽ എന്നൊരു ബോധം നമുക്ക് വേണം. അപ്പൊ നമ്മുടെ മനസ്സിലൊരു പേടി വരും പ്രിയമുള്ളവരെ. ഞാൻ ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെങ്ങാനും ഞാൻ അങ്ങ് മരിച്ചു പോയാൽ തവഫനി മുസ്ലിമാ, മുസ്ലിമായ നിലയിൽ നീ എന്നെ മരിപ്പിക്കണേ എന്ന് ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു തെറ്റിന് ഞാൻ ചെയ്യില്ല. ഒരു നന്മ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കെ മരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു നല്ല ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കെ മരിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഒരു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ നല്ല നല്ല സദസ്സുകളിലായിക്കൊണ്ടിരിക്കെയൊക്കെ മരിക്കാനായെങ്കിൽ അത് ഈമാനോടെ മരിക്കലല്ലേ പ്രധാനം. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇതല്ലേ പ്രിയമുള്ളവരെ പ്രധാനം? ഈ ചിന്തയല്ലേ നമുക്ക് വേണ്ടത്? അതിനെന്താ വഴി?
അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم اللهم اجعلنا منهم. അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താ പ്രിയമുള്ളവരെ, വശ്യമായി റഹ്മാനായ റബ്ബ് നമ്മുടെ കാതുകളിലേക്ക്, നമ്മുടെ ഖൽബിലേക്ക് ഇട്ടുതരുന്ന ആശയം എന്താ? ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞവർ, അത് വായ കൊണ്ട് പറയുന്ന ഒരുപാട് കക്ഷികളും പാർട്ടികളും ഗ്രൂപ്പുകളും ഒക്കെ ലോകത്തുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. സുമ്മസ്തഖാമൂ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞ വാക്കിനോട് കൂറു പുലർത്തിക്കൊണ്ട് ആ റബ്ബിൽ മാത്രം വിശ്വസിച്ച് അവനിൽ പങ്കു ചേർക്കാതെ, അവൻ നിഷിദ്ധമാക്കിയത് ചെയ്യാതെ, അവൻ നിർബന്ധമാക്കിയത് ചെയ്തുകൊണ്ട്, അവൻ പ്രോത്സാഹിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട്, അവൻ നിരുത്സാഹപ്പെടുത്തിയത് പോലും മാറി നിന്നുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിനെ റബ്ബായി അംഗീകരിച്ച് ആ അർത്ഥത്തിലുള്ള ഒരു മുസ്തഖീമായ റൂട്ടിലൂടെ, മുസ്തഖീമായ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ അടുക്കൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരും. മരണനേരത്ത് മലക്കുകൾ വരും. സഹോദര സഹോദരി, ഓർക്ക്, ഇത് മുത്തശ്ശിക്കഥയും മാലപ്പാട്ടിലെ കഥയൊന്നുമല്ല, ഇതെനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണ്. മരണത്തിന്റെ നേരത്തതാ നമ്മൾ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവനും, മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും സുന്ദര രൂപികളായ മലക്കുകൾ ഇങ്ങനെ നല്ല വേഷത്തിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടോ ആ മലക്കുകൾ നമ്മോട് പറയാണ്, ഞങ്ങളെ കണ്ട് പേടിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഇനി ചെല്ലാനുള്ള ഖബറിനെ കുറിച്ച് പേടിക്കണ്ട, അവിടെ ഭീകരതയുടെ ലോകമാണ്, പക്ഷേ നീ പേടിക്കണ്ട. വരാനിരിക്കുന്ന പരലോകത്തെ കുറിച്ചും നിനക്ക് പേടി വേണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടുകയും വേണ്ട. ഭാര്യയെ ഇട്ടിട്ടല്ലേ പോണത്, മക്കളെ വിട്ടിട്ടല്ലേ പോണത്, ഉപ്പാനെ വിട്ടിട്ടല്ലേ പോണത്, ഉമ്മയെ വിട്ടിട്ടല്ലേ പോണത്, ബന്ധുക്കളെ വിട്ടിട്ടല്ലേ പോണത്. അവരുടെ കാര്യമൊക്കെ നടന്നോളും, ആ വിഷയത്തിലും സങ്കടം വേണ്ട. ഇപ്പൊ നീ ചിന്തിക്കേണ്ടതൊന്നു മാത്രമാണ്, വഅബ്ശിറൂ, സന്തോഷിച്ചോളൂ, ബിൽ ജന്നത്തില്ലതീ കുൻതും തൂഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തെക്കുറിച്ച് സന്തോഷിച്ചോളൂ. കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്, മലായിക്കത്തുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് സ്വർഗീയമായ ആനന്ദങ്ങൾ. ആ നേരത്ത് അങ്ങനെ അങ്ങ് ആത്മാവിനെ വലിച്ചെടുക്കുകയാണ്. ഉഖ്റുജീനാ, പുറത്തേക്കിറങ്ങിക്കോ, പുറത്തേക്കിറങ്ങിക്കോ, റഹ്മാനായ പൊറുക്കുന്ന, എല്ലാം പൊറുക്കുന്ന നാഥന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല, മിത്രങ്ങളാണ്. ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് സ്വർഗമാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ടത്. അവിടെ പോയാൽ ആശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. ആശിക്കുന്നതൊക്കെ കിട്ടുന്ന സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ വന്നത്. നുസുലം മിൻ ഗഫൂരിർ റഹീം, എല്ലാം പൊറുക്കുന്ന ഗഫൂറും റഹീമുമായ അള്ളാഹു ഒരുക്കിയിട്ടുള്ള വിരുന്ന് സൽക്കാരത്തിലേക്ക് തേടിയെത്തി കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരാ ഞങ്ങൾ. പേടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് ആ മുഅ്മിനിന്റെ ആത്മാവുമായി കൊണ്ടവർ വാനലോകത്തേക്ക് കയറിപ്പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതെ, ആ ഒരവസ്ഥയിൽ എനിക്കും നിങ്ങൾക്കും മരിക്കാൻ കഴിയുമോ? അതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഒക്കുമോ? നമുക്ക് മറ്റുള്ളവരൊക്കെ ചുറ്റുഭാഗത്ത് നിന്നും കരയുമ്പോ ചിരിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ, നല്ല ഓർമ്മയിൽ മരിക്കാൻ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്തുവാൻ,
അതേ ആ രൂപത്തിലുള്ള ചിന്തയോടുകൂടി നല്ല നല്ല സന്തോഷത്തിന്റെ വാർത്തകൾ കേട്ടുകൊണ്ട് മരിക്കാൻ കഴിയണോ? ഇങ്ങനെ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ശരിക്ക് ജീവിക്കല്, നമ്മുടെ എല്ലാ രംഗത്തും വിശുദ്ധി പാലിക്കുക. അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് മരിച്ചു പോകാൻ സാധിച്ചാൽ നല്ല സന്തോഷ വാർത്തകളായിരിക്കും മലക്കുകൾ എന്ന് കേൾക്കുക. നമ്മളെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവരാരും കേൾക്കൂല, മലക്കുകളെ അവർ കാണൂല, പക്ഷേ നമ്മളിങ്ങനെ കാണും. നമ്മളുടെ കാഴ്ചക്ക് ഇങ്ങനെ വ്യത്യാസം വരെയാണ്. കാരണം ദുനിയാവിൽ നിന്ന് ജീവൻ വേർപെട്ട് തുടങ്ങുമ്പോൾ തന്നെ ആഖിറവുമായി നമ്മൾ കണക്ട് ചെയ്തു. നമ്മുടെ ജീവൻ ദുനിയാവുമായിട്ട് വേർപ്പെടാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആഖിറവുമായ ലോകവുമായിട്ട് നമ്മുടെ റൂഹ് കണക്ട് ചെയ്യപ്പെട്ടു. ദുനിയാവിലുള്ള റൂഹല്ല ആത്മാവ് പിന്നെ പരലോകത്തേക്ക് കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ദുനിയാവിൽ കാണാത്തത് പിന്നെ നമ്മൾ കാണും. ദുനിയാവിൽ കേൾക്കാത്ത വോയിസുകൾ, ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. ഞാനോ നിങ്ങളോ ഇന്ന് വരെ റഹ്മത്തിൻ്റെതാവട്ടെ അദാബിൻ്റെതാവട്ടെ ഒരു മലക്കിനെയും കണ്ടിട്ടില്ല. ഞാനോ നിങ്ങളോ ഇന്ന് വരെ ഒരു മലക്കിൻ്റെയും ശബ്ദം കേട്ടിട്ടില്ല. പക്ഷേ മരണത്തിൻ്റെ വേളയിൽ മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും നല്ല രൂപത്തിൽ മുഅ്മിനീങ്ങൾ മലക്കുകളുടെ ശബ്ദം കേൾക്കും, അവരെ കാണും. കാഫിറാണെങ്കിലോ ചീത്തയായ രൂപത്തിലുള്ള വേഷത്തിലും ആ രൂപത്തിലുള്ള ഭീകര രൂപികളായ നിലക്ക് മലക്കുകളെ അവരും കാണും. മലക്കുകളുടെ സന്തോഷ വാർത്തകളല്ല അവർ കേൾക്കുക, ആക്രോശങ്ങളും പഴിപറച്ചിലുകളുമായിരിക്കും അവർ കേൾക്കേണ്ടി വരിക. ഞാൻ പറഞ്ഞു വരുന്നത്, മരണത്തിന്റെ സമയത്തോട് ഇങ്ങനെ അടുത്ത് മരണത്തിന്റെ സമയത്തിലേക്ക് നമ്മുടെ ജീവനങ്ങ് അവസാനിപ്പിക്കുന്ന നേരമാകുമ്പോൾ ദുനിയാവിൽ നിന്ന് കണക്ഷൻ വിട്ടു, ആഖിറവുമായിട്ടുള്ള കണക്ഷനിൽ കണക്ട് ചെയ്യപ്പെട്ടു. ആ സമയത്ത് കാണാത്തതൊക്കെ നമ്മൾ കാണും, ചുറ്റുഭാഗത്തുള്ളവരാരും കാണില്ല. ചുറ്റുഭാഗത്തുള്ളവർ കേൾക്കാത്തത് നമ്മൾ കേൾക്കും, അവരനുഭവിക്കാത്തത് നമ്മൾ അനുഭവിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്ന മുഅ്മിനിന്റെ സ്വഭാവം, മുഅ്മിനിന് ഏറ്റവും നല്ല നിലക്കുള്ള മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ വേറൊരു കൂട്ടം ആളുകളുണ്ട്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. കാഫിറുകളായ തെമ്മാടികളായ ആളുകളതാ മരിക്കുന്ന നേരത്ത് മലക്കുകൾ അവരെ കൊണ്ടുപോകാൻ വരുമ്പോ, അവരുടെ റൂഹ് ഇറങ്ങാൻ കൂട്ടാക്കാതെ വരുമ്പോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ഉഖ്റുജീ അയ്യതുഹൽ ഖബീസ. മ്ലേച്ഛമായ തെമ്മാടിയായ ചീത്തയായ റൂഹേ ഇറങ്ങു പുറത്തേക്കെന്ന് പറഞ്ഞു വലിക്കുമ്പോ ചൂളുകയാണ്, അടിച്ചടിച്ചിട്ടാണ് അവന്റെ റൂഹിനെ കൊണ്ടുപോകുന്നത്. അതേ അൽ മലായിക യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ആ മനുഷ്യന്റെ മുഖത്തടിക്കുന്നുണ്ട്, അവന്റെ പുറഭാഗങ്ങളിൽ അടിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനാ പറയുന്നത്, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, യുക്തിക്ക് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരണനേരത്ത് മലക്കുകൾ അടിക്കുന്നത് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല എന്ന് ദയവായി ഒരാളും പറഞ്ഞു പോകരുത്. കാരണം ഇത് അല്ലാഹു അറിയിക്കുകയാണ്. മലക്കുകളതാ മരണത്തിന്റെ നേരത്ത് ആ മരണത്തിന്റെ വേദനയിൽ അക്രമികൾ കിടന്നു പടയുമ്പോ മലക്കുകൾ അവരുടെ കൈകൾ നിവർത്തി പിടിച്ചിട്ട് ഇറക്കടാ പുറത്തേക്ക് ആത്മാവിനെ എന്നും പറഞ്ഞിട്ട് അടിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ആ സമയത്ത് അട്ടഹാസങ്ങളും ശബ്ദങ്ങളും അടികൊള്ളലും വേദനയും പുളയലും നമ്മൾ കാണുമ്പോൾ കാണുന്നുണ്ടോ? അടി കാണുന്നുണ്ടോ? അടിയുടെ വേദന നമ്മൾ ഒച്ച കേൾക്കുന്നുണ്ടോ? അയാളുടെ അട്ടഹാസം കാണുന്നുണ്ടോ? ഇല്ല. അത് കണക്ട് ചെയ്യപ്പെട്ട് വേറൊരു ലോകത്തേക്ക് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാലൊരു നിലക്കുള്ള മരണമാണ് നടക്കുക. ആ മരണമാണ് നടന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആലോചിക്ക്, പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി പോയി കിടക്കുമ്പോ ചിന്തിക്ക്, ഞാൻ ആരെക്കുറിച്ചൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞു, ഞാൻ ആരെക്കുറിച്ചൊക്കെ കളവുകൾ പറയുന്നു, ഞാൻ ആരോടൊക്കെ പകയും കൊണ്ട് നടക്കുന്നു, ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടിയിട്ട് ചീത്ത വിളിക്കുന്നു, ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടി ഞാൻ അവരോട് തമ്മിൽ തെറ്റിയിട്ട് ബന്ധം മുറിച്ചുപോയി. റബ്ബേ, ഞാൻ എങ്ങനെ മരിക്കും? ഞാൻ മുഅ്മിനായി മരിക്കുമോ അതോ തെമ്മാടിയുടെ മരണമാണോ ഉണ്ടാവുക? ഏതിൽ പെടണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സമയം അല്ലാഹു ദുനിയാവിലാണ് തന്നിട്ടുള്ളത്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ആ ജനാസ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ആ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിധത്തിലുള്ള സംസാരങ്ങൾ അവരെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം. ആ ജനാസ അങ്ങ് എടുത്ത്
ആളുകൾ അവരുടെ പുരുഷന്മാർ അവരുടെ ചുമലുകളിലായി ആ ജനാസ വെച്ചിട്ടുള്ള മയ്യത്ത് കട്ടില് അവരങ്ങനെ ചുമന്നു പോകുമ്പോ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട് ഉപ്പമാരെ, മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട് ഉമ്മമാരെ. എന്താ വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, നല്ല ആത്മാവിന്റെ മയ്യത്താണ്, നല്ല വ്യക്തിയാണ്, മരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. അതേ വീട്ടിൽ നിലവിളികളുണ്ട്, ബന്ധപ്പെട്ടവരെ വിട്ടുകൊടുക്കുകയാണ്. ഒരു ഭർത്താവിനും സാധ്യമല്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവളാണ്, കൊണ്ടുപോകല്ലേ. ഒരു ഭാര്യയും പറയില്ലല്ലോ, ഇറക്കി കുളിപ്പിച്ച് കൊണ്ടുപോകല്ലേ, കണ്ടിട്ട് ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല, എൻ്റെ പൊന്നിക്കയാണ്, കൊണ്ടുപോകല്ലേ, പൊന്നു ബാപ്പയാണ്, കൊണ്ടുപോകല്ലേ, പൊന്നുമ്മാനെ കൊണ്ടുപോകല്ലേ, 10 മാസം നൊന്തുപറ്റ എൻ്റെ കൈക്കുഞ്ഞാണ്, എൻ്റെ പൊന്നുമോനാണ്, പൊന്നുമോളാണ്, ഇറക്കിക്കൊണ്ടുപോകല്ലേ. ഒരു ഉമ്മമാർക്കും വിലപിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ആ ജനാസയങ്ങ് ഇറക്കിക്കൊണ്ടുപോകുമ്പോ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം ഉപ്പമാരെ. എൻ്റെ ബന്ധപ്പെട്ടയാളുടെ ജനാസ എൻ്റെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലൂടെ അങ്ങ് ഇറക്കിക്കൊണ്ടുപോകുമ്പോ റബ്ബേ, നിന്റെ സന്തോഷത്തിൻ്റെ കാഴ്ചകൾ കാണുന്ന ലോകത്തേക്കല്ലേ എൻ്റെ ഉപ്പ പോണത്, എൻ്റെ ഉമ്മ പോണത്, എൻ്റെ ഭർത്താവ് പോണത്, എൻ്റെ ഭാര്യ പോണത്, എൻ്റെ പൊന്നുമോള് പോണത്, എൻ്റെ പൊന്നുമോൻ പോണത് എന്ന് ആശ്വസിക്കാൻ വക വേണമെങ്കിൽ ആ മരിച്ചിറങ്ങിപ്പോകുന്ന ആ മയ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ഇറക്കിപ്പോകാൻ ആവശ്യമായ നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വീട്ടിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഉപദേശിച്ചിട്ടുണ്ടോ? അവര് നല്ല ജീവിതത്തിന് വീട്ടിൽ ഇടം കൊടുത്തിട്ടുണ്ടോ? കുടുംബനായികമാരായ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഗൃഹഭരണത്തിൽ ഉത്തരവാദിത്തമില്ലേ? ഉപ്പമാരെ, കുടുംബത്തെക്കുറിച്ച് പരലോകത്ത് ചോദ്യമില്ലേ? ഭാര്യയെക്കുറിച്ച് ചോദ്യമില്ലേ? പൊന്നുമോളെക്കുറിച്ച് ചോദ്യമില്ലേ? പൊന്നുമോനെക്കുറിച്ച് ചോദ്യമില്ലേ? അങ്ങനെ അങ്ങ് കൊണ്ടുപോകുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് വെറുതെ ചിന്ത കൊണ്ടായില്ല, അതിനിപ്പോഴേ പണിയെടുത്തോളണം. ഇനി നിങ്ങൾ നോക്ക്, നബി തങ്ങൾ പറയാണ്, സ്വാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയാണ്, ഖദ്ദിമൂനി, എന്തേ ജനങ്ങളെ എന്നെ ഇട്ട് താമസിപ്പിക്കുന്നത്? വേഗത്തിൽ ഖബറിലേക്ക് കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം വേഗം കൊണ്ടുപോകൂ. അതേ അവസരത്തിൽ എന്താണ് കാരണം? ആത്മാവ് മരണത്തിന്റെ നേരത്ത് കണ്ടു കഴിഞ്ഞു. ചെന്ന് കിടക്കാനുള്ള സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ കണ്ടപ്പോ എന്തേ വെച്ച് നീട്ടി താമസിപ്പിക്കുന്നത്? വേഗത്തിൽ കൊണ്ടുപോകൂ, വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാണ്. അതേ അവസരത്തിൽ അതേ ചീത്തയായ ആത്മാവിന്റെ മയ്യത്താണെങ്കിൽ ആ ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ്, യാ വൈലഹാ. അതേ, അത് വിശദീകരിച്ചപ്പോ അത് ശറഹ് കൊടുത്ത പണ്ഡിതന്മാര് പറഞ്ഞു, യാ വൈലി, എന്റെ നാശമേ, എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടുപോകല്ലേ, എനിക്ക് പോണ്ട, എനിക്ക് പോണ്ട, എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന് വിളിച്ചു പറയുകയാണ്. ചീത്തയായ ആത്മാവിന്റെ മയ്യത്താണെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ ഇപ്പൊ തന്നെ വരെ ചെറുപ്പക്കാരും അതേ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ് യുക്തിവാദം പറയുന്നവര് ആലോചിക്കുന്നുണ്ടാകും, എത്ര മയ്യത്ത് കെട്ടില് ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിലൂടെ കടന്നുപോയി, അവരാരും വിളിച്ചു പറയുന്നത് ഞങ്ങളാരും ഈ ചെവി കൊണ്ട് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കണ്ട. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, യസ്മഉ സൗതഹാ, ആ മയ്യത്ത് വിളിച്ചു പറയുന്ന ആ ശബ്ദമുണ്ടല്ലോ, അത് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കേൾക്കുന്നതാണ്. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനത് കേൾക്കണ്ടാനാ അല്ലാഹു വിചാരിച്ചത്. അതല്ലാഹു നമ്മളോട് ചെയ്ത റഹ്മത്താണ്. വലൗ സമിഅൽ ഇൻസാൻ
മനുഷ്യനെങ്ങാനും ആ വിളിയാളം കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധമറ്റ് നിലത്തേക്ക് വീഴുമായിരുന്നു. അത് താങ്ങാൻ അവന്റെ കാതുകൾക്ക് കേൾപ്പില്ല, അത് കേൾക്കാൻ അവന്റെ കാതുകൾക്ക് ത്രാണിയില്ല. അത് അല്ലാഹു ചെയ്ത സംവിധാനമാണ്. പക്ഷേ ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതേ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ മുസ്ലിമായത് ആ ഓഫർ അല്ലാഹുവിനോട് പറഞ്ഞിട്ടാണ്, ആ പ്രതിജ്ഞ എടുത്തിട്ടാ നമ്മൾ മുസ്ലിമായത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ സത്യമാണ്. അത് ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞു യുക്തിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ, അവിടുന്ന് പറഞ്ഞു എന്ന് ഉറപ്പുള്ളത് മുഴുവനും ഞങ്ങൾ വിശ്വസിക്കാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമല്ല. പക്ഷേ വിഷയത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജനാസ വെച്ച് താമസിപ്പിക്കല്ലേ. അത് ജീവിച്ചിരിക്കുന്നവരോടുള്ള റബ്ബിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ജനാസ വെച്ച് താമസിപ്പിക്കരുത്. മരണം നടന്നാൽ ഉടനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടാൻ, നിസ്കരിച്ച് മറമാടാൻ കൊണ്ടുപോകണം. നിങ്ങൾ ജനാസ കൊണ്ട് സ്പീഡിൽ പോകണേ. എന്തേ കാരണമെന്നറിയാമോ? സാലിഹായ മയ്യത്താണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള നന്മ നിങ്ങളെന്തിനു മുടക്കണം? അദ്ദേഹത്തിന് കിട്ടാനുള്ള സ്വർഗീയ സുഖങ്ങളിലേക്ക് അദ്ദേഹത്തെ പെട്ടെന്നങ്ങ് എത്തിച്ചേക്കണേ. ഇനി അതല്ല, നിങ്ങൾ പേറിയിട്ടുള്ളത് ഒരു മാറാപ്പാണെങ്കിൽ, നിങ്ങളുടെ ചുമലിൽ നിങ്ങൾ ഏറ്റിയിട്ടുള്ള മയ്യത്ത് ഒരു തെമ്മാടിയാണെങ്കിൽ, അവൻ ലഹരിയുടെ ആളായിരുന്നു, അവൻ ചീത്തയുടെ വക്താവായിരുന്നു, അവൻ വ്യഭിചാരിയായിരുന്നു, അവൻ പലിശക്ക് കടം കൊടുക്കുന്നവനായിരുന്നു, അവൻ പലിശയിലൂടെ ധനം വാങ്ങിയവനാണ്, അവൻ മാതാപിതാക്കളെ അനുസരിക്കാത്തവനാണ്, അവൻ സക്കാത്ത് കൊടുക്കാത്തവനാണ്, അവൻ നേരത്ത് നിസ്കരിക്കാത്തവനാണ്, അവൻ കണ്ണുകൊണ്ട് ഹറാം കണ്ടവനാണ്, അവൻ കാതുകൊണ്ട് ഹറാം കേട്ടവനാണ്, അവൻ ലഹരിക്ക് അടിമയായവനാണ്, അവൻ തോന്നിവാസിയായി ജീവിച്ചവനാണ്, അവൻ റബ്ബിനെ വെല്ലുവിളിച്ചവനാണ്, അവൻ റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞവനാണ്, അവൻ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേരിൽ വ്യഭിചാരാരോപണം പറഞ്ഞവരാണ്, റസൂലുള്ളാഹിനെ തെമ്മാടിയായി ചിത്രീകരിച്ചവരാണ്. അങ്ങനെ പലതും ചെയ്യുന്ന തെമ്മാടി കൂട്ടങ്ങൾ, അങ്ങനെ പലതിലേക്കും ചെന്നുപെട്ട ചെറുപ്പക്കാരും അല്ലാത്തവരും ഫാജിരീങ്ങളും കാഫിരീങ്ങളും ഒക്കെ ലോകത്തുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത്തരത്തിൽപ്പെട്ട ഒരു ജനാസയാണ് നിങ്ങളുടെ ചുമലിലുള്ളതെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോയി ഖബറിലേക്ക് കുഴിക്കാൻ കൊടുക്കണേ. എന്തേ കാരണമെന്നോ? ഫശർറുൻ തദഊനഹാ അൻ റിഖാബികും. ആ ഷർറ് നിങ്ങളെ പെരടിന്ന് വേഗം പോയിക്കോട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആ ഭാഷ നിങ്ങൾ നോക്കൂ, എത്ര ഗുരുതരമാണ്. സ്നേഹത്തിന്റെ പ്രവാചകന് തിന്മകളോടുള്ള വെറുപ്പല്ലേ ആ കാണിക്കുന്നത്? ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ മരിക്കുമ്പോ ഇതിലേത് പറഞ്ഞും കൊണ്ടാ നമ്മൾ ഖബറിലേക്ക് പോവുക? ഖദ്ദിമൂനി, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ. അതേ, പലരും അതാ പ്രവാസികളായ ആളുകൾ മരിച്ചാൽ ജനാസ കൊണ്ടുവരാൻ വേണ്ടി ഇവിടുന്ന് ഗൾഫിലേക്ക് ആവശ്യപ്പെടുന്നവരുണ്ട്. ഗൾഫിലുള്ള മക്കളും ബന്ധപ്പെട്ടവരും വന്നു ചേരാൻ വേണ്ടി ദിവസങ്ങളോളം ജനാസ അതേ ഫ്രീസറിൽ വെച്ച് കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയണം, അവർ മരിച്ചാൽ ജനാസ അവിടെ തന്നെ അടക്കാൻ വസിയത്ത് കൊടുക്കണേ മോനെ. അത് പറയാൻ കുറച്ച് ധൈര്യം മനസ്സിൽ വേണമെന്നേയുള്ളൂ. മരിച്ചയിടത്ത് കഫൻ ചെയ്ത് മറമാടലാണ് ഉപ്പമാരെ, ഉമ്മമാരെ ഏറ്റവും നല്ലത്. ആ ജനാസ കൊണ്ടുവരാൻ എത്ര ചെലവുണ്ട്, എത്ര പ്രയാസങ്ങളുണ്ട്. മാത്രമല്ല, ഒരു ജനാസ ഇങ്ങോട്ട് എംബാമിങ് കഴിഞ്ഞ് പൂർത്തിയാക്കിയിട്ട് ഫ്ലൈറ്റിലതാ പച്ചക്കറി തൂക്കും പോലെ, വിറക് തൂക്കും പോലെ ജനാസയിട്ട ബോഡി അതാ തൂക്കം നോക്കുകയാണ്.
തൂക്കി നോക്കിയിട്ട് വെയിറ്റ് നോക്കിയിട്ട് അവിടെ ഫീസ് അടച്ചിട്ടായി ജനാസ കൊണ്ടുവരുന്നത്. എത്ര ദിവസമാണ് അവിടെ താമസിപ്പിക്കേണ്ടി വരുന്നത്? എംബാമിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതേ മോർച്ചറിയിലേക്കങ്ങ് മയ്യത്ത് കിടത്തിയിട്ട് ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്കങ്ങ് വലിച്ചിട്ട് അതേ കേടുവരാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങളും രാസപദാർത്ഥങ്ങളും ഉള്ളിലേക്കടിച്ച് കയറ്റിയിട്ട് അപ്പോഴേക്ക് മയ്യത്തിന്റെ മുഖത്തിനും ശരീരത്തിനുമൊക്കെ ചില കളർ മാറ്റങ്ങളൊക്കെ വരുമ്പോ ഒന്ന് ഫ്രഷാകുന്ന നിലക്ക് ആളുകൾ പിന്നെ കാണുന്ന മുഖം മാത്രം ഒന്ന് പ്രത്യേകമായി ഒന്ന് മിനുക്കിയിട്ട് കഫൻ ചെയ്തിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാ ഉമ്മമാരെ അത് കൊണ്ടുവരാൻ വാശി പിടിക്കുന്നത്? എന്തിനാ ഉപ്പമാരെ അതിന് വാശി പിടിക്കുന്നത്? ഖൈറായ മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് കിട്ടാനുള്ള ഖൈർ എന്തിനു വെച്ച് താമസിപ്പിക്കുന്നു? ശർറാണെങ്കിൽ അത് എത്രയും വേഗം മണ്ണിലേക്ക് പോയിക്കോട്ടെ. ജനാസയുടെ കാര്യത്തിൽ പിന്തിക്കരുത്. ഇന്നയാൾ വരാനുണ്ട്, മറ്റേ ആള് വരാനുണ്ട്. എത്രയും പെട്ടെന്ന് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി അതേ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരവും നിർവഹിച്ചിട്ട് അടക്കം ചെയ്യുന്നുവോ അതാണ് ഉത്തമം എന്ന് എല്ലാവരും മനസ്സിലാക്കണം. മരണത്തിന്റെ നേരത്ത് വൈകാരികതകൾ കടിമപ്പെട്ടുകൊണ്ട് എനിക്ക് കണ്ടേ പറ്റൂ, അത് എത്ര ദൂരത്തുള്ള മയ്യത്താണെങ്കിലും ഫ്ലൈറ്റിന് കൊണ്ടുവരുന്നു, ലക്ഷങ്ങൾ ചെലവാണ്. അവിടെ പേപ്പർ വർക്കുകൾക്ക് വേണ്ടി അതേ ഈ മരണപ്പെട്ടയാളുടെ ബന്ധുക്കളും അല്ലാത്തവരും എത്ര ഓഫീസുകളിലാ കയറിയിറങ്ങുന്നത് എന്നറിയാമോ? എന്നിട്ടതിൻ്റെ അനുവാദ പത്രങ്ങളുമൊക്കെ കിട്ടിയിട്ട് അതേ ലഗേജ് തൂക്കുന്നത് പോലെ തൂക്കിയിട്ട് ഈ ബോഡി ഫ്ലൈറ്റിലിറങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആംബുലൻസിന് വേറെ കാശ് കൊടുത്ത് പിന്നെയും അത് ഫ്രീസറിൽ ഇങ്ങനെ കുറെ നേരം വെച്ചിട്ട് ഒന്ന് തുറന്നിട്ടൊരല്പനേരം ഒന്ന് ഒരു നേരത്തെ ഒരു നോക്ക് കാണാനാണോ ഉമ്മമാരെ ഉപ്പമാരെ ഈ വാശി പിടിക്കുന്നത്? അത് വേണ്ടെന്നാണ് ഞങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഈ വിഷയത്തിൽ ഉലമാ പണ്ഡിതന്മാരെല്ലാം ഒരു സ്ഥലത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ അടക്കുന്നതാണ് ഉത്തമം എന്നും അത് തന്നെയാണ് വേണ്ടത് എന്നും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി ഈ ഉള്ളവൻ അറിഞ്ഞിട്ടില്ല. കൊണ്ടുവരൽ ഹറാമാണെന്നും ഞാൻ പറയുന്നില്ല. ആ വിഷയത്തിലൊക്കെ പണ്ഡിത ചർച്ചകൾ ഉണ്ടായേക്കാം. പക്ഷേ പ്രിയമുള്ളവരെ, എന്തിനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും പ്രിയമുള്ളവരെ, എത്രയോ പ്രവാസികൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരുപാട് ബന്ധപ്പെട്ടവരുടെ ആളുകൾ പ്രവാസ ലോകത്തുണ്ട്. പ്രവാസികളായ എത്രയോ ബന്ധപ്പെട്ട ആളുകൾ നാട്ടിലുണ്ട്. എപ്പോഴാണ് നമ്മൾ മരിക്കുക അതൊന്നും നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. ഇസ്ലാം അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളത് ഗൗരവത്തോടുകൂടെ ആലോചിക്കണം എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഏതായിരുന്നാലും നമ്മൾ ഖബറിലേക്കാണ് പോകുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊന്നും ഒരു പൊളിയുമില്ല. സദഖ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് 100% സത്യമാണ്. അത് സംഭവിക്കും. പോകുമ്പോൾ ആരൊക്കെ ഉണ്ട് പിന്നാലെ? കുടുംബങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, മുതലിൻ്റെ അവകാശികളുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അതേ പരലോക ബോധം ഓർത്തുകൊണ്ട് മരിച്ചു പോകണമല്ലോ എന്ന ചിന്തയോടുകൂടെ ജനാസ കൊണ്ടുപോകാനാ പറഞ്ഞത്. ഉറക്ക തക്ബീർ വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് മയ്യത്ത് കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു സമ്പ്രദായവും ഇല്ല. മറിച്ച് പരലോക ബോധത്തോടുകൂടി എനിക്കും മരിക്കണമല്ലോ എന്ന ചിന്തയോടുകൂടി ഈ മയ്യത്തിനെ അത് നമസ്കരിച്ച് ഖബർസ്ഥാനിലേക്ക് വെക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അനുവാദം കൊടുക്കാറില്ല. സ്ത്രീകൾ ജനാസ നിസ്കരിക്കാൻ പാടില്ലെന്ന് വരെ പറയുന്ന പുരോഹിതന്മാരുണ്ട്. അവരാണ് വാസ്തവത്തിൽ നമ്മെക്കുറിച്ച് പറയുന്നത് മുജാഹിദുകൾ ഖൈർ മുടക്കികളാണ്, നന്മ മുടക്കികളാണ് എന്ന് നമ്മെക്കുറിച്ച് പറയുന്ന പുരോഹിതന്മാർ ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ ഭാര്യക്കോ ഉമ്മാക്കോ പെങ്ങൾക്കോ ഒന്ന് നിസ്കരിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും കുഴപ്പത്തിനൊരുങ്ങുന്ന ആളുകളുണ്ട്. സാന്ദർഭികമായി ആ സങ്കടം പറഞ്ഞു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ചെയ്യാവുന്ന ആ പ്രാർത്ഥന അതും നിർവഹിച്ചു കഴിഞ്ഞ് നമ്മൾ ഖബർസ്ഥാനിലേക്ക് എടുക്കുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ കൂടുണ്ട്. പക്ഷേ എല്ലാവരും പിരിഞ്ഞു പോരുകയാണ്. ഒന്നാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. എനിക്കോ നിങ്ങൾക്കോ പരിചയമില്ലാത്ത ഒന്നാമത്തെ രാത്രി, ഒന്നാമത്തെ ദിവസം അവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും തോന്നിയില്ല എൻ്റെ പൊന്നുപ്പ ഒറ്റക്കല്ലേ, ഞാൻ കൂടെ കിടക്കട്ടെ. എൻ്റെ പൊന്നു ഭാര്യയല്ലേ ഖബറിൽ കിടക്കുന്നത്, ഞാൻ കൂടെ കിടക്കട്ടെ. ഒരു ഭർത്താവിനും തോന്നുന്നില്ല. എല്ലാവരും പോന്നു. ആ അവസരത്തിലതാ നമുക്ക് നമ്മുടെ ഖബറിൽ നമ്മുടെ അമല് മാത്രമാണ് തുണയുള്ളത്. അവിടെ ജനാസ മറമാടി കഴിയുമ്പോ
അവിടെ ചുറ്റും കൂടിയിരിക്കുന്നവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു ജനാസ അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സഹാബിമാരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ സഹാബിമാരെ. ഫഇന്നഹു ലാന യുസ്അലു, അദ്ദേഹം ഇതാ ചോദിക്കപ്പെടാൻ പോവുകയാണ്. അതേ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പോകുന്ന രാജ്യത്ത് ഒരു പരീക്ഷ വരാനുണ്ട്. മെയിൻ പരീക്ഷയ്ക്ക് മുമ്പേ മറ്റൊരു ഇന്റർവ്യൂ അഭിമുഖീകരിക്കാനുണ്ട്. ചില ചോദ്യങ്ങൾ വരാനുണ്ട്. അതാണ് ഖബർ എന്ന് പറയുന്ന ഭവനം. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള നീണ്ട യാത്രയിൽ ഒന്നാമതായി ഇറങ്ങിക്കിടക്കാനുള്ള ഒന്നാമത്തെ ഭവനമായ ഖബർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്തേ മഹാനവറുകൾ ഇങ്ങനെ കരയാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഖബറാണ് ഒന്നാമത്തെ ഭവനം. അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയൊക്കെ രക്ഷയാണ്, അതിൽ പരാജയപ്പെട്ടാൽ ബാക്കിയൊക്കെ പരാജയമാണ്. അപ്പോൾ രക്ഷാശിക്ഷകളുടെ മാനദണ്ഡം ഈ ഖബറാണ്. അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ലെന്ന്, സ്വർഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവെങ്കിൽ, ഉപ്പമാരെ നമുക്കങ്ങനെ ഒരു വേദന തോന്നിയിട്ടുണ്ടോ? ഖബറിൽ നമ്മൾ അങ്ങ് കിടക്കുമ്പോ ചുറ്റുഭാഗത്തുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ സ്ഥൈര്യം കൊടുക്കണേ, മലക്കുകൾ ചോദിക്കുമ്പോ ഉത്തരം തോന്നിപ്പിക്കണേ അല്ലാ, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ, പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, പേടിയില്ലാതെ നിർഭയത്വം കൊടുക്കണേ അല്ലാ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബ് ഖബൂൽ ചെയ്തെങ്കിൽ ആ പരേതന്റെ ആത്മാവിനതൊക്കെ ശാന്തിയായി മാറും. ഇല്ലെങ്കിലോ നമ്മളൊക്കെ വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കാനുണ്ടായിട്ടെന്താ? ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ മാത്രം ഉമ്മമാരെ നമ്മളൊന്നും നല്ലവരല്ലെങ്കിൽ, നമ്മളൊക്കെ മോശപ്പെട്ടവരാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാൻ പോലും നമുക്ക് യോഗ്യതയില്ലാത്ത അത്രയും വൃത്തികെട്ടവരായിട്ടാ മരിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ ദുരന്തം എത്രയാണ്. ആ ഖബറിൽ പിന്നെ നമ്മൾ ഒറ്റക്കല്ലേ, എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്ത് പിരിഞ്ഞുപോയി. ഉടനെയതാ മലക്കുകൾ വരവായി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മലക്കുകൾ, മുൻകർ നകീർ എന്ന ഹദീസുകളിൽ പറഞ്ഞ മലക്കുകൾ. ആ മലക്കുകൾ വന്നിട്ട് നമ്മളെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. ചോദ്യം തുടങ്ങുകയാണ്. അതേ, ഒന്നാമത്തെ ചോദ്യം തന്നെ, മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ, നിന്റെ ദീനേത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇയാളെ കുറിച്ച് നിനക്കെന്ത് പറയാനുണ്ട്? റസൂലുള്ളാഹിനെ കുറിച്ച് നിനക്കെന്തറിയാം എന്ന മൂന്നാമത്തെ ചോദ്യമുണ്ട്. റബ്ബിനെ കുറിച്ച് ചോദ്യമുണ്ട്, റസൂലിനെ കുറിച്ച് ചോദ്യമുണ്ട്. നമ്മൾ ചെറുപ്പം മുതൽ ഇന്ന് വരെ മരണം വരെ ജീവിച്ച് തീർച്ച ആദർശം എന്തായിരുന്നടോ? അതല്ലേ ദീന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ദീന് നന്നാക്കി തരണേ എന്നല്ലേ നമ്മൾ തേടിയിരുന്നത്. ആ ദീന് തെറ്റിപ്പോകല്ലേ എന്നല്ലേ തേടിയിരുന്നത്. ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക, നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ നീ ഏത് വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകൾ വന്ന് വസ്വാസ് ഉണ്ടാക്കിയാൽ പൂർവീകരായ നബിതങ്ങളും സഹാബിമാരും താബിഈങ്ങളും ഒക്കെ പഠിപ്പിച്ച അതേ തൗഹീദിൽ, അതേ വിശ്വാസത്തിൽ, അതേ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ദുരാരോപണത്തിന്റെ പടയൊരുക്കമായി വന്നാലും റബ്ബേ തെറ്റിക്കല്ലേ എന്ന് പറഞ്ഞതിനേന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് 17 തവണ നിർബന്ധമായും അങ്ങനെ പലതവണ ഇങ്ങനെ തേടി റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നേർമാർഗത്തിലേക്ക് ആക്കിയതിന്റെ ശേഷം റബ്ബേ ഒരു ഫിത്നക്കാരുടെ ഫിത്നയും കേട്ടിട്ട് തെറ്റിപ്പോകല്ലേ റബ്ബേ, മനസ്സിനെ തെറ്റിക്കല്ലേ എന്ന് മനസ്സു നൊന്ത് തേടിയ ദീനെന്തോ ആ ദീനിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഈ 3 ചോദ്യങ്ങൾ പരമപ്രധാനമാണ്. ആ
ചോദ്യം അങ്ങ് നടക്കും. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് നടക്കുന്നതല്ല. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഞാനോ, എന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളിൽ ഒരുവനോ ഒരുത്തിയോ ഈ സെക്കൻഡിൽ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലാഹുവേ, ഈമാനുള്ള മരണം നീ ഞങ്ങൾക്ക് വിധിക്കണമേ. ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും മുഅ്മിനായി മരിപ്പിക്കണേ അല്ലാ. അതേ, നമ്മുടെ ബന്ധുക്കൾ പിന്നെ വെച്ച് താമസിപ്പിക്കില്ല, പേര് പോലും പോയില്ലേ. ആദ്യം തന്നെ നമുക്ക് നഷ്ടമായൊരു നമ്മുടെ അഡ്രസ്സാണ്. എവിടെ ഹുസൈനെ കുളിപ്പിച്ചോന്ന് ചോദിക്കില്ല, അബൂബക്കറിനെ കുളിപ്പിച്ചോന്ന് ചോദിക്കില്ല, ഉമറിനെ കഫൻ ചെയ്തോന്ന് ചോദിക്കില്ല, ഫാത്തിമയെ കബറടക്കിയോ എന്ന് ചോദിക്കില്ല, ഖദീജയെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കില്ല. ചോദ്യം മുഴുവനും പിന്നെ ബന്ധുക്കൾ അടക്കം പറയുന്നത്, എപ്പോഴാ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നത്, എപ്പോഴാ മയ്യത്ത് കഫൻ ചെയ്യുന്നത്, എപ്പോഴാ ജനാസ പള്ളിയിലേക്ക് എടുക്കുന്നത്, എപ്പോഴാ ജനാസയുടെ പേരിൽ നിസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്, എപ്പോഴാ ഖബറിലെ 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്നത്. പേര് പോലും പോയില്ലേ പ്രിയമുള്ളവരെ. എന്നിട്ടാണോ ഈ വാശിയുമായി നടക്കുന്നത്? ആരെയൊക്കെയാ തെറി പറയുന്നത്, ആരെയൊക്കെയാ കാഫിറാക്കുന്നത്, ആരെയൊക്കെയാ മുശ്രിക്കാക്കുന്നത്, ആരെയൊക്കെയാ പല പേരുകളിലും വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഇതിന് പ്രോത്സാഹനം നൽകുന്ന ആരും നമ്മുടെ കൂടെ ഖബറിൽ വക്കാലത്ത് ഏറ്റെടുക്കില്ല. പറഞ്ഞ നമ്മുടെ തന്നെ ജീവിതം അത് ഖബറിൽ ഒതുങ്ങുകയാണ്. പ്രോത്സാഹിപ്പിച്ച നേതാക്കളില്ല, പറഞ്ഞോ ഇനിയും വിളിക്കും എന്ന് പറഞ്ഞ് വിളിപ്പിച്ച പ്രഭാഷകരില്ല, ആരും കൂടെയില്ല, പുറത്താക്കിയവരില്ല, അകത്താക്കിയവരില്ല, സംരക്ഷണം കൊടുത്തവരില്ല, സംരക്ഷണം വേണ്ടെന്ന് വെച്ചവരില്ല, തെറ്റിപ്പോയവരില്ല, ആരുമില്ല, ഒരാളുമില്ല. വഹീദൻ ഫരീദൻ ഫിൽ മഖാബിരി സാവിയാ, ഏകനായിക്കൊണ്ട് ആ കുഴിമാടത്തിൽ കിടക്കുമ്പോ ചോദ്യം ചോദിക്കാൻ മലക്കുകൾ വരുന്നു. അപ്പോഴേക്കോ നമ്മുടെ കുടുംബങ്ങളതാ, ഒരു ഭാര്യയാണെങ്കിൽ ഒരു 4 മാസവും 10 ദിവസവും വിധവക്ക് ദുഃഖാചരണമുണ്ട്. നമ്മുടെ മക്കളും മറ്റുള്ള കുടുംബങ്ങളുമൊക്കെ ഏറിയാൽ 3 ദിവസം. ഇനി ബന്ധപ്പെട്ട ബന്ധുക്കൾ ചിലപ്പോൾ ഒരു 4 മാസം, 1 കൊല്ലം. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മയെ കുറിച്ച് പറയും, ഭാര്യയെ കുറിച്ച് പറയും, ഭർത്താവിനെ കുറിച്ച് പറയും, പലരെ കുറിച്ച് പറയും, എൻ്റെ ആങ്ങള, എൻ്റെ പെങ്ങള് എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഖബറിലങ്ങ് അലിഞ്ഞുപോയി. അപ്പോഴേക്കതാ നമുക്കാരാ ഉള്ളത്, നമുക്കെന്താ ഉള്ളത്? പല മരണ വീടുകളിലും ഏങ്ങലടിച്ച് കരയുമ്പോ പലരും പറയും, ആ പാവപ്പെട്ട കുട്ടികൾ അനാഥരായില്ലേ, ആ പൊന്നുമോള് അനവിധവയായില്ലേ, ആ കുട്ടികൾക്ക് ഇനി ആരാ ഉള്ളത്, ആ ഭാര്യക്കിനി